കോഴിക്കോട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പോലീസിന്റെ അന്വേഷണ മികവ് എടുത്തു പറയണം. പ്രതിയെ പിടികൂടിയത് മുതൽ തെളിവുകൾ കണ്ടെത്തിയതുവരെയും അതിവിദഗ്ധമായിട്ടായിരുന്നു. സംഭവം നടന്ന് 39-ാം ദിവസം അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതിയിലാണ് പോലീസ് 300 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കുട്ടിയെ പീഡിപ്പിച്ച കുടക് സ്വദേശി സലീം 1-ാം പ്രതിയും മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ സഹായിച്ച ഇയാളുടെ സഹോദരി സുവൈബ 2-ാം പ്രതിയുമാണ്. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചത്. കുടക് സ്വദേശി PA സലീം എന്ന സൽമാൻ 1-ാം പ്രതിയും മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ 2-ാം പ്രതിയുമാണ്. 39 ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി 1-ൽ കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിന്റെ മുടിയുടെയും രക്തത്തിന്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 42 ശാസ്ത്രീയ തെളിവുകളുണ്ട്. സംഭവം നടന്നതിനു ശേഷം പ്രതിയെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ, മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയുടെ ഉടമ തുടങ്ങി 67 സാക്ഷികളാണുള്ളത്. 4 CCTV ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ NP ആസാദാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടിയ പോലീസ് അതിവേഗം തന്നെ കുറ്റപത്രവും സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവ് തെളിയിക്കുന്നു. മെയ് 15 പുലർച്ചെ 3 മണിക്ക് മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയ സമയത്താണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ഒളിവിൽ പോയ പ്രതിയെ ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ന്യൂസ് 18 കാസർഗോഡ്.